So, welcome to my YouTube channel. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 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 കളക്ഷൻ ഞാൻ എൻ്റെ കുറേ കളക്ഷൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് വർഷങ്ങളായി ഞാൻ കുറച്ച് സാധനങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് വിചാരിച്ചു അതെൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കയറി വന്നേക്കുന്നത്. ആൻഡ് ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ടിലെ റൂമിലായത് കൊണ്ട് തന്നെ കുറേ കാറ്, ജീപ്പ്, സൈക്കിള്, മീൻ വണ്ടി, അങ്ങനെ ഒരു ലോഡ് വണ്ടികൾ അങ്ങോട്ട് പോകും. എന്നെ മാക്സിമം എടുത്ത് ഞാൻ പറയാം, സംസാരിക്കാം, കേൾക്കുമായിരിക്കും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, എക്സ്ക്യൂസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് തിരക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ എൻ്റെ അച്ഛൻ ഒരു ന്യൂസിൻ്റെ ആരാധകനായ കൊണ്ട് തന്നെ 24 മണിക്കൂർ ന്യൂസ് വെക്കും. സോ അതിൻ്റെയും എന്തിലൊക്കെ ഒരു സൗണ്ട് കേൾക്കാം. ഓൾസോ എനിക്കിവിടെ കുറച്ച് പൂച്ചകളുണ്ട്, പൂച്ചകളുടെയും സൗണ്ട് കേൾക്കാം. സോ ഇതെല്ലാം നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഇഷ്ടമുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ചിലർക്ക് എന്താ നെയിൽ പോളിഷ് കളക്ഷൻ ഉണ്ടാവും. ഇപ്പം കുറച്ച് വിയേർഡ്, ഇപ്പോൾ മിഠായി കടലാസ്, പിന്നെന്താ ലീവ്സ്, ഫ്ലവേഴ്സ്, ഡ്രൈ ഫ്ലവേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. എൻ്റെ മെയിൻ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ആക്ച്വലി ഇത്രയും സാധനങ്ങളാണ്. ഇതെന്താ പ്രാന്താണോ എന്ന് വിചാരിക്കരുത്. എൻ്റെ 10th തുടങ്ങിയിട്ട് ഈ ഡിഗ്രി വരെ ഉള്ള എല്ലാ ഇതുണ്ട്. ഹോൾ ടിക്കറ്റ് ഉണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്ലസ് 1 തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ എല്ലാ സെമസ്റ്ററിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ കളക്ട് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം കളക്ട് ചെയ്ത്. ഞാൻ ഇങ്ങനത്തെ ഒരു ഫയലുണ്ടായി. ഈ ഫയലിൻ്റെ ഉള്ളെടുത്ത് വെച്ചാൽ ഒരു രസം. എന്തായാലും ഞാൻ ഇതിനെ കൊണ്ട് കൂടുതൽ അങ്ങോട്ട് യൂസ് ഇല്ല, എന്നാലും ഒരു രസത്തിന് വേണ്ടി, ഒരു രസത്തിന് പുറത്തിൽ ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ 10th ഹോൾ ടിക്കറ്റാണ് ഗൈസ്. ഇതാണ് 10th ഹോൾ ടിക്കറ്റ്. ഈ ഒരു വൃത്തികെട്ട ഫോട്ടോ. ഈ ഫോട്ടോ സത്യം പറഞ്ഞാൽ മര്യാദക്ക് എടുക്കുമായിരുന്നു. ഞങ്ങളുടെ മിസ്സ് ഒരുമാതിരി പേടിപ്പിക്കണ മിസ്സായാണ്. മാത്സ് ടീച്ചറായിരുന്നു, ക്ലാസ് ടീച്ചർ. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ മിസ്സായത് കൊണ്ട് മിസ്സ് ഇത്തിരി ഷോകുമായിരുന്നു. അതുകൊണ്ട് മുടി കെട്ടാൻ കണ്ണെഴുതാൻ നെയിൽ പോളിഷ് നമ്മൾ അങ്ങനത്തെ കുറച്ച് ടോക്സിസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും അടിപൊളി, എൻ്റെ ലൈഫിൽ ഏറ്റവും അടിപൊളി ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ ലൈഫാണ്. അത് ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല. അങ്ങനെ തന്നെയുണ്ട് ഇപ്പോഴും അതെ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ 10th എന്താ ഹോൾ ടിക്കറ്റ്. ഞാൻ 2020 ബാച്ചാണ്, 2019 to 2020 ബാച്ചായിരുന്നു. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം അപ്പം ആ കൊല്ലം തൊട്ടും കണ്ടായിരുന്നു. പിന്നെ നമുക്ക് കൊറോണയും കാര്യങ്ങളും പിടിച്ചത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ 3 എക്സാംസ് നമുക്ക് ഒരു മാസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരുന്നു. മാർച്ചിൽ കഴിഞ്ഞ് പിന്നെ ഏപ്രിൽ മെയ്യിലായിരുന്നു അടുത്ത എക്സാംസ്. അങ്ങനത്തെ കുറേ വിഷയങ്ങളായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കേണ്ട എൻ്റെ റിസൾട്ട് എന്തായാലും കൈ. സോ രസമായിരുന്നു. അമ്മ എനിക്ക് വാരി തന്നെ എന്തൊക്കെയായിരുന്നു. എന്തൊരു കെയറിങ് ആയിരുന്നു. കുഴപ്പമില്ല, നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു കേസ്. എനിക്ക് എന്നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു ആക്ച്വലി. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇനി +1 +2 ആണ്. ഞാൻ +1 +2 ഒക്കെ പഠിച്ചത് അടുത്ത് തന്നെയാണ്. ഞാൻ ഇവിടെ ദൂരെയൊന്നും പോയിട്ടില്ല. ഇതാണ് എൻ്റെ ഇത് ഞങ്ങൾക്ക് ID കാർഡ് ഉണ്ടായിരുന്നു കേസ്. അപ്പം നമുക്ക് ID കാർഡ് ഇതാണ് തന്നെ. ഇത് ഫസ്റ്റ് ഇയറിലെ ആൻഡ് ഇത് സെക്കൻഡ് ഇയറിലെ ഹോൾ ടിക്കറ്റ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ കൊറോണ ബാച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം വലിയ സ്കൂൾ ഡേയ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല +1 +2 പഠിച്ച സമയത്ത്. അതുകൊണ്ട് തന്നെ വലിയ വൈബ് അങ്ങനത്തെ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. സ്കൂളുകാർ തന്നെ ഒന്നും ഫെയർവെൽ കൂടി തന്നില്ലായിരുന്നു. സ്വന്തമായിട്ട് പൈസയൊക്കെ ഇട്ടാണ് നമ്മൾ ഫെയർവെല്ലൊക്കെ നടത്തിയായിരുന്നു. പക്ഷെ ഞാൻ അതിപ്പോൾ പോയുമില്ല. അപ്പോൾ അതായത് നമ്മൾ +1 +2. ആൻഡ് ഇത് നമ്മുടെ കോളേജിൽ കുറേ ഉണ്ടാകും. കാരണം നമുക്ക് 6 സെമസ്റ്റർ ഉള്ളത്. പിന്നെ റീവാലുവേഷൻ അല്ല, ഈ നമ്മൾ രണ്ടാമത് എഴുതല്ല, അതിന് പറയണ സപ്ലി അല്ല, അതിന് ഇതൊക്കെ പറയണ ഞാൻ നന്നായി എന്താ സപ്ലിമെൻ്ററിയാ, ബെറ്റർമെൻ്റാ, അങ്ങനെ എന്തോ ഒരു, ഞാൻ പേര് പറഞ്ഞു, സോറി ഗൈസ്. അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് സെമ്മിലാണ് ഗൈസ്. ഇത് ഫസ്റ്റ് സെമ്മിലെ ഹോൾ ടിക്കറ്റാണ്. ഇത് ഫസ്റ്റ് സെമ്മിലെ ഞാനൊരു വിഷയത്തിന് ഈ പറഞ്ഞ റീഅപ്പിയറൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ്
അത് ഒരു കാര്യമുണ്ടല്ല, പൈസ കൊടുത്ത് എഴുതിയത്, ഞാൻ എഴുതിയിട്ടാണെങ്കിൽ ഉള്ള മാർക്ക് കൂടി പോയി എന്ന് പറഞ്ഞാൽ മാർക്ക് കുറയാം. പിന്നെ ഞാൻ നിർത്തിയാ പറഞ്ഞ എഴുതില്ല, എനിക്ക് പഠിക്കാനും പറ്റൂല, എനിക്ക് രണ്ടാമത് പഠിക്കാം. ഇത് നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിലാണ്. പിന്നെ ഇത് വന്ന് തേർഡ് സെമസ്റ്റർ. അപ്പോൾ കൂടിക്കോട്ടെ, കറക്റ്റാണ് നോക്ക്. തേർഡ്, ഫോർത്ത്, പിന്നെ ഫിഫ്ത്ത്, പിന്നെ ലാസ്റ്റ് സിക്സ്ത്ത്. ഇൻക്ലൂഡ് പ്രൊജക്റ്റ് ആയിരുന്നു. പ്രൊജക്റ്റും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വെറുതെ ഇരിക്കണം ഇപ്പം. അപ്പോൾ സോ നമുക്ക് ഇത്രയായിരുന്നു നമ്മുടെ കോളേജിൻ്റെ ഹാൾ ടിക്കറ്റ്സ്. ആൻഡ് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ വീടിൻ്റെ റൂം ഫുൾ വൃത്തികേടായിരിക്കുകയാണ്. ഞാൻ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കണ്ണിലൊക്കെ എണ്ണ ഒഴിച്ച് കാർത്തി അങ്ങനത്തെ സീനൊക്കെയാണ്, മനസ്സിലായി? കണ്ണിൻ്റെ ഇടയിലൊക്കെ ഡാർക്ക് സർക്കിൾസ്, ഉറക്കവും അങ്ങനെ ബോധം വെളിയിലുണ്ടൊക്കെ ആയിരുന്നു 2-3 ആഴ്ച കൊണ്ട്. എൻ്റെ റൂം അതിനനുസരിച്ച് എൻ്റെ റൂം അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കും. നമുക്കത് സെറ്റാക്കാം. സോ അതും എക്സ്ക്യൂസ് ചെയ്തേക്കൂ ഗൈസ്. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡിഗ്രി ഹാൾ ടിക്കറ്റ്സ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ. എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ഷൻ ഉണ്ടായിരുന്നു, ഹാൾ ടിക്കറ്റ് കളക്ഷൻ ഉണ്ട്. അയ്യോ എനിക്ക് എന്തൊരു ഇഷ്ടം അറിയോ, നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചോളാം. എൻ്റെ കയ്യിൽ ആൻസർ ഷീറ്റ് ഒരു ചിരിച്ചിരിച്ച് കൊണ്ടുപോകും. അതുപോലെ നല്ല മെമ്മറിയാണ് ഗൈസ്. ആക്ച്വലി ഇത് ഇത്രയാണോ ഉള്ളത്, കണ്ട ഇതിപ്പം തരും കുഞ്ഞാ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ്, പിന്നെ മലയാളം, ഞാൻ കമ്പ്യൂട്ടറായിരുന്നു, കോമേഴ്സ് കമ്പ്യൂട്ടറായിരുന്നു. സോ നമുക്ക് കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിങ് ഉണ്ടായിരുന്നു, ബിസിനസ് സ്റ്റഡീസ് ഉണ്ടായിരുന്നു, എക്കണോമിക്സ് ഉണ്ടായി, പിന്നെ എന്താ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അയ്യോ അത് അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഇത് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഇയറിലൊക്കെ എനിക്ക് ഫുൾ മാർക്കൊക്കെ ആയിരുന്നു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. തള്ളല്ല, ബിക്കോസ് എന്താ പറയുക, നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു, എന്താ എനിക്ക് പറയണേ, ഫോക്കസ് പോയിന്റ്, അങ്ങനത്തെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. നമ്മളത് ഫുൾ പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അതുകൊണ്ടാണ്, കാരണം കൊറോണയും കൊണ്ട് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അങ്ങനെയായിരുന്നു. കൊള്ളായിരുന്നു, പ്ലസ് ടുവും കൊള്ളായിരുന്നു എന്ന് പറയും. കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി അങ്ങനെ. അപ്പോൾ ഇത് ഫസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. പിന്നെ നമുക്ക് കുറേ എക്സാമുകളൊക്കെ എന്തായിരുന്നു, ഈ പറഞ്ഞ പൂച്ചാറിൻ്റെ ഓക്കെ, നമുക്ക് എക്സാംസുകളൊക്കെ എന്താ പറഞ്ഞാൽ വീട്ടിലിരുന്ന് എഴുതാതായിരുന്നു. അപ്പം അതിൻ്റെ കുറേ പേപ്പേഴ്സാണിത്. അയ്യോ സീനൊക്കെ തന്നെയായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ നമുക്ക് കുറേ എക്സാം പേപ്പേഴ്സൊക്കെ എന്തെങ്കിലും ഇരിക്കേണ്ടതൊക്കെ എന്താ, ഇതൊക്കെ നമ്മൾ അക്കൗണ്ടൻസി ചെയ്ത് പഠിച്ച ബിസിനസ് സ്റ്റഡീസ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അയ്യോ അത് എക്സാം പേപ്പേഴ്സ് ഗൈസ്, നമുക്ക് മോഡൽ എക്സാമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാർക്ക് ഇവിടെ പോയി നോക്കൂ. ഇത് മലയാളം, പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയാണ് എക്സാം പേപ്പേഴ്സ്. പക്ഷെ ഇതിൽ മാർക്കൊന്നുമില്ല. എനിക്ക് മാർക്കൊക്കെ ഇടുമ്പോൾ ഇൻട്രസ്റ്റ് ഓടുള്ളൂ. അയ്യോ ഇപ്പോഴത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓടും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അങ്ങനെ കുറേ നാളുണ്ടായി. അതൊക്കെ ഞാൻ എന്തിനെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ അറിയാവുന്നത്. അത് കോംടെസ്റ്റാ, അതെന്ത് സാധനമായിരുന്നു, അങ്ങനെ എന്തൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കോംടെസ്റ്റ്. ഇത്രയും സാധനങ്ങളപ്പോൾ അതിൻ്റെ ആയിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സെക്കൻഡ് ഇയർ എക്സാം ആയിരുന്നു. അയ്യോ സെക്കൻഡ് ഇയർ എക്സാം അത്യാവശ്യത്തിന് നല്ലതൊക്കെ ആയിരുന്നു. ആക്ച്വലി ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സാ എനിക്ക് തോന്നണത്. ഇത് മാർച്ച് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, മലയാളം, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, പിന്നെ മലയാളം, ഇതേതാ അക്കൗണ്ടൻസി, പിന്നെ ഈ ഓണത്തിൻ്റെയൊക്കെയാണ് അതൊന്നും തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള സബ്ജക്റ്റ് എക്കണോമിക്സ് ആണ്. അയ്യോ എനിക്ക് പ്രാന്ത് വരും. ബാക്കിയൊക്കെ പിന്നെ നമുക്ക് പഠിക്കാം, പക്ഷെ എനിക്ക് എക്കണോമിക്സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഗൈസ്. പിന്നെന്താ, അപ്പം ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇതൊക്കെ എന്ത് സാധനം, ഇതൊക്കെ വേറെ ഏതോ നേറ്റീവ് സർട്ടിഫിക്കറ്റ്, ഇതെൻ്റെ അല്ല ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ വന്നു. ആഹാ ഹായ്, ഇതെൻ്റെ എനിക്ക് തോന്നുന്ന ദൃശ്യകല സാഹിത്യം, ഇതെൻ്റെ മലയാളം ഗൈസ്. നോക്കി എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമാണ്, പഠിക്കാനും എഴുതാനും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കേട്ടോ. കൂടുതൽ ആഴത്തിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ല താല്പര്യമൊന്നുമില്ലായിരുന്നു. ഇത് നമ്മുടെ ആൻസർ ഷീറ്റായിരുന്നു ഗൈസ്. വാവ്, ലിറ്ററേച്ചർ എനിക്ക് ഗുഡുള്ള കേസ് ഉണ്ടാവും. എവിടെ 13 31 ഇറക്കാൻ കേട്ടോ, 40 ഗുഡൊക്കെ ഉണ്ട് അറിയാലോ. വാവ്
നമ്മളിങ്ങനെ കടക്കുന്നവരും നമ്മുടെ മാർക്കുകൾ കുറഞ്ഞു വരും. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണ്ട. ഇത് നമുക്ക് 40-33 ഉണ്ട്. ഇതെന്താ ദൃശ്യം, ഇത് മലയാളം. എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. ആഹാ, ഇത് വരുമ്പോൾ നമുക്ക് 28. ഇത് മലയാളമല്ല, അത് വേറെ ഒന്നും. ഇത് ഷേപ്പേഴ്സ് ഓഫ് ഡെസ്റ്റിനി എവല്യൂഷൻ. ഇത് ഹിസ്റ്ററി കണക്റ്റഡ് ചെയ്ത പേപ്പറായിരുന്നു. എനിക്ക് 12 ഉള്ള കേസ്, 12. എനിക്കിപ്പോൾ ഇനി പുച്ഛിട്ടൊക്കെ പറയാലോ. ഇത് മെയിൻ എക്സാംസ് അല്ലേ, ഇത് നമുക്ക് ഇൻറ്റേർണൽസ് ആയിരുന്നു. ഈ സിംഫണിക്കും 22 എന്തോ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇത് നമ്മുടെ ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമുക്ക് ഫസ്റ്റ് വന്ന് കഥാസാഹിത്യം ഉണ്ടായിരുന്നു, പേൾസ് ഫ്രം ദ ഡീപ്പ്, അതുണ്ടായിരുന്നു. അതല്ലായിരുന്നു ഫൈൻ ട്യൂൺ. എല്ലാവരുടെയും പേടി സ്വപ്നമായിരുന്നു ഫൈൻ ട്യൂൺ. കാരണം ഇത് ഭയങ്കര വൃത്തികെട്ട പേപ്പറാണ്, കുറേ ഗ്രാമറായിരുന്നു, അതുകൊണ്ട് തന്നെ ആയിരിക്കുള്ളൂ. പിന്നെ നമുക്ക് മെത്തഡോളജി ഉണ്ടായിരുന്നു, പിന്നെ റൂട്ട്സ് ഓഫ് ദ മോഡേൺ വേൾഡ്. അതാണ് ഹിസ്റ്ററി. അയ്യോ, എനിക്കിഷ്ടമല്ല. പിന്നെ ഹിസ്റ്ററിക്ക് എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എന്തൊരു സാധനം അല്ലെങ്കിൽ ഒരാൾ എന്തിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിവിടെ പഠിക്കാനൊരു ത്വര വരും. അങ്ങനെയാണ് എൻ്റെ സൈൻ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഇൻറ്റേർണലിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഇത് നമ്മുടെ ഇത് തുറന്നാണ് വേറെ സമയങ്ങളെയുള്ള നമ്മുടെ സെക്കൻഡ് ഇൻറ്റേർണൽസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഇത് അതിനിടയ്ക്ക് മോഡൽ എക്സാം എടുത്തായിരുന്നു, അതിൻ്റെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് നമ്മുടെ ഫസ്റ്റ് സെം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് കണ്ട കേസ് തുണ്ട് ഇത്രയേ ഉള്ളു ക്വസ്റ്റ്യൻ പേപ്പർ, കുഞ്ഞിയാണ്. അത് വെച്ച് നോക്ക്, കാണാൻ പറ്റുമോ? കണ്ട. ഇത് നമുക്ക് മലയാളം ഇംഗ്ലീഷ് ഈ പറഞ്ഞ എല്ലാത്തിനുള്ള. ഇത് ഫസ്റ്റ് സെമ്മിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ ഫസ്റ്റ് സെമസ്റ്റർ തന്നെയായിരുന്നു. പിന്നെ നമുക്ക് സെക്കൻഡ് സെമ്മിൻ്റെ ഇൻറ്റേർണൽസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണത്. ഇത് സെക്കൻഡ് സെമ്മിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജിലായതുകൊണ്ടാണ് കേട്ടോ, സോറി. പിന്നെ ഇത് ഇൻറ്റേർണൽ സെമസ്റ്റർ 3ൻ്റെ ഇൻറ്റേർണൽസ് ആയിരുന്നു. ഇതും അതിൻ്റെ കൂട്ടത്തിൽ പോകും. ഇത് എന്താപ്പാ, ഇത് 3rd സെമസ്റ്റർ ഇൻറ്റേർണൽസ് അല്ല, സെം എക്സാമിൻ്റെ. ഇതൊക്കെ ഇൻറ്റേർണൽസ്. ഇത് സെമസ്റ്റർ 4, ഇതെല്ലാം ഉണ്ട് കേട്ടോ. സെമസ്റ്റർ 4ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഇത് ഫസ്റ്റ് 3rd സെമസ്റ്റർ 5th സെമസ്റ്ററിൻ്റെ ഫസ്റ്റ് ഇൻറ്റേർണൽസ് ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിലുണ്ട് പേപ്പേഴ്സൊക്കെ, അതങ്ങനെ. പിന്നെ അത് 5th സെമസ്റ്ററിൻ്റെ ആയിരുന്നു. 5th സെമസ്റ്റർ എന്ന് പറയുമ്പോൾ 5th സെമസ്റ്റർ എല്ലാം കൂടി ഞാൻ ഇൻറ്റേർണൽസ് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ എഴുതിയത്. കാരണം 2 ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ പോയിന്ന് തോന്നി, അത് എടുത്ത് വെച്ചിട്ടായിരുന്നു. ആൻഡ് ദിസ് വാസ് ദ ലാസ്റ്റ് സെം. നമ്മളെല്ലാം കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് സെമ്മാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അയ്യോ, നല്ല രസമായിരുന്നു കേട്ടോ. ഇതിൽ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് കാണാൻ ഇപ്പോൾ മാർക്ക് കിട്ടില്ലേ. ഇത് ഏത് പേപ്പർ? റീജിയണൽ ലിറ്ററേച്ചർ. ഇനി എനിക്ക് 26 മാർക്ക് കണ്ടോ. പിന്നെ അടുത്തത് ഇത് അമേരിക്കൻ ലിറ്ററേച്ചർ. അതിന് എനിക്ക് 30 എന്ന് പറഞ്ഞാൽ 31 അങ്ങനെയാണല്ലോ. സോ നമുക്ക് അങ്ങനെ മാർക്ക് ഉണ്ടായി. അയ്യോ, ഒരു സാധനം പോസ്റ്റ് കൊളോണിയലിന് എനിക്ക് 29 മാർക്കുള്ള കേസ്. അപ്പയിൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. വുമൻസ് റൈറ്റിംഗ് കോമഡിയാണ് എനിക്ക് ഏറ്റവും കുറേ മാർക്ക്. അതിനെ കണ്ടോ, നോക്കിക്കൂടോ, 17. എന്നിട്ട് മിസ്സോടെ പറഞ്ഞിട്ടുണ്ട് മീറ്റ് മീ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതുവരെ പോയി കണ്ടിട്ടുമില്ല, പിന്നെ പുള്ളിക്കാരനെ കണ്ടിട്ടുമില്ല. ആദ്യമൊക്കെ മീറ്റ് മീ എന്ന് പറയുമ്പോൾ മിസ്സിനെ പോയി കാണും. പിന്നെ നല്ല കുറേ വരച്ചിട്ടുണ്ട്. അയ്യോ, അങ്ങനെ നമ്മുടെ ഈ കളക്ഷൻസ് ഇതൊക്കെയാണ് എൻ്റെ ഒരു വിയേർഡ് കളക്ഷനായിട്ട് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കാണുമ്പോഴും തോന്നുമായിരിക്കും ഇപ്പം എൻ്റെ നല്ല പ്രാന്തുണ്ടാകും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കണം. ഇനിയും വല്ല PG ഒക്കെ ചെയ്യണമെങ്കിൽ അഫ്കോഴ്സ് ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യും ഗൈസ്. എന്നിട്ട് ഞാൻ പറയും. ഇനി എൻ്റെ ഭാവി കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറയുന്നതാണ്, അപ്ഡേറ്റ് ചെയ്യും. കാരണം യൂട്യൂബ് ചാനലിലൂടെ നമുക്കിതൊക്കെ അപ്ഡേറ്റ് ചെയ്യില്ല, ഇതൊക്കെ ഓരോ കണ്ടൻറ്റായിട്ട് നമുക്ക് ഇടാം. ദാറ്റ്സ് ഇറ്റ്. അപ്പം പിന്നെന്താ, അപ്പം എത്ര ഉള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ആക്ച്വലി ഞാൻ ആരോടും അയ്യോ ചേച്ചി അതും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ. നമ്മുടെ കണ്ടൻറ്റ് ഇല്ല ആക്ച്വലി എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലേ, കണ്ടൻറ്റ് ഇല്ല. എൻ്റെ ചാനൽസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അങ്ങനെ അത്രയും വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല. പിന്നെന്താ, അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ സംസാരമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ എന്തായാലും ഫോളോ ചെയ്യുക ഗൈസ്. ബൈ.